ജയരാജ് കയറി തൂങ്ങുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയായിരുന്നു. ത്രികാല ജ്ഞാനിയായ ഷാബു പ്രസാദേ, ഞാനൊന്ന് നമിച്ചു കൊള്ളട്ടെ താങ്കളെ. അത് മനസ്സിലാക്കണമെങ്കിൽ തലക്കകത്ത് എന്തെങ്കിലും വേണം. അത് നിങ്ങൾക്കത് ഇല്ലാതെ പോയത് എന്റെ കുഴപ്പമല്ല. പേരിന്റെ പുറകെ ഡോക്ടറെ തൂക്കിയിട്ടുണ്ട് കാണാൻ ബോധവും നിങ്ങളുടെ ഇല്ലാതായപ്പോ അതിന് എന്ത് ചെയ്യാന്? മന്ത്രിയെ ആക്രമിച്ചു എന്നുള്ള പേരിൽ CPM കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? കണ്ണൂരിൽ ഇന്നലെ രാത്രിയും അക്രമം നടക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം കാരണം എവിടെയാണ് ഇതിന്റെയൊക്കെ ഒരു തുടക്കം? ഇവൻ തന്നെയാ പ്രശ്നം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, അരി തിന്നതും പോരാ വഴിപോക്കനെ കടിച്ചതും പോരാ, പിന്നെ നായ്ക്കാണ് മുറുമുറുപ്പെന്ന് എന്ന് പറഞ്ഞ കണക്കല്ലേ. എന്റെ ചോദ്യത്തിന് തരേണ്ട ഉത്തരവല്ല ഇത്. ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. കരിങ്കൊടിയുമായി ചീറിയെടുത്തു, അവരുടെ പെടലിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോഴത്തേക്ക് അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ്, കുൽസിത ശ്രമമാണ് നടക്കുന്നത്. ഇതൊന്നും ശരിയല്ല, ഞാൻ സമ്മതിക്കില്ല. ഇവരുടെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിപ്പ രാജകുമാരി എന്നും കോവിഡ് റാണി എന്നൊക്കെ വിളിച്ച് മുൻ ആരോഗ്യ, ഇവർക്ക് സ്ത്രീകളോടുള്ള അസഹിഷ്ണുതയാണെന്നേ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒറ്റയിരുന്നുള്ള ആക്രമണം ഉണ്ടാവുന്നത്. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ. വീണ ജോർജിന് എന്താണ് ഇതിനകത്ത് വീണ ജോർജ് ചെയ്ത തെറ്റ്? വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ഇങ്ങനെ ഒരു കത്രിക ഉള്ളിൽ പോയൊരു സംഭവം ഉണ്ടായി. അതിനെ തുടർന്നൊരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂറ മലമങ്കി. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു കരിങ്കൊടി സമരം നടക്കുന്നത്? താങ്കൾ പറയുന്ന കേട്ടാൽ തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു കരിങ്കൊടി സമരം നടക്കുന്നത് എന്ന്. എന്താ എന്റെ ഉദ്ദേശം? ഈ കരിങ്കൊടി സമരം നടക്കുമ്പോഴും മറ്റ് പ്രതിഷേധ സമരങ്ങൾ നടക്കുമ്പോഴും എനിക്കൊരു പേടിയും ആരെയും ഇല്ല, ഞാൻ ഭീരുവല്ല, ഭീരുക്കൾ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരിടാൻ ചെന്നയാളാണ് മന്ത്രി വീണ ജോർജ്. അവരുടെ പദവിക്ക് പറ്റിയ ഒരു കാര്യമല്ല അവർ ചെയ്തുകൊണ്ടിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അങ്ങനെയാണ് സംഭവിച്ചത്. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി വിമാനത്തിൽ യാത്ര നടത്തുന്ന സമയത്ത് 3 യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ടിക്കറ്റ് എടുത്തുകൊടുത്ത് യാത്ര ചെയ്യുന്ന വിമാനത്തിലടക്കം ആക്രമണം കേരളം കണ്ടതാണ്. ഇത് ഇന്നലെ തുടങ്ങുന്ന ആക്രമണങ്ങളല്ല. ഇത് തുടങ്ങിയതല്ല. അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നെറ്റിക്ക് പരിക്ക് പറ്റുന്നത് എങ്ങനെയാണ് എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ നെഞ്ചുംകൂടിനെ പറ്റി വിശേഷം നടത്തിയത് ആരാണ് എന്നുള്ള കാര്യവും ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡോക്ടർ ബി ജയരാജ്. എന്നിട്ടാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ഒരു നാടകം അതിവിടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇടത് സഹയാത്രികൾ ഇങ്ങനെ സംസാരിക്കുന്നത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. നാട്ടിൽ കലാപമുണ്ടാക്കുന്നത് ആരാണ്? കണ്ണൂരിൽ എവിടെയൊക്കെയാണ് അക്രമം നടന്നത് ഇതിന്റെ പേരിൽ? ഒരു അവസരം കിട്ടുന്നതിനായി കാത്തിരുന്ന പോലെയായി. സമരരംഗത്തേക്ക് ഇറങ്ങുവാൻ ഇപ്പോൾ അവസരമില്ലാതിരുന്ന SFI കുട്ടികൾ പോലും ഇറങ്ങുകയാണ്. വിജയം വരെയും സമരം ചെയ്യും. ആരോഗ്യമന്ത്രിയുടെ പെടലിക്കഥ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതിന്റെ സംവിധായകൻ AN ഷംസീർ എന്ന് പറയുന്ന സ്പീക്കറാണ്. ഇതിന്റെ തിരക്കഥ എന്ന് പറയുന്നത് നമ്മുടെ കിണറേഷ് ഉണ്ടല്ലോ, കിണറേഷ് ഫ്രം AKG സെന്ററിൽ നിന്നാണ് അദ്ദേഹം ഈ തിരക്കഥ നടക്കുന്നത്. ക്യാരക്ടർ പറഞ്ഞാൽ മതി, ബാക്കി കഥ അവരുടെ സൗകര്യത്തിന് അവരുണ്ടാക്കും. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇതിന്റെ അഭിനേതാവ് വീണ ജോർജ്. ഒരു മാറ്റവും ഇല്ലല്ലോ. KSUവിന്റെ സഹപ്രവർത്തകർ അവരാരെങ്കിലും അവരെ ഈ മന്ത്രിയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആക്രമിച്ച ഏതെങ്കിലും? അങ്ങനെയല്ല, അവർ തന്നെ സ്വന്തം പെടലി പിടിച്ച് തിരിച്ച് ഓടിച്ച് അഡ്മിറ്റ് ആയതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അരി തിന്നതും പോരാ വഴിപോക്കനെ കടിച്ചതും പോരാ, പിന്നെ മുറുമുറുപ്പ് എന്ന് പറഞ്ഞ ഭാഷ ഞാൻ ആദ്യം ഉപയോഗിച്ചത് തന്നെയാണ്. നിനക്ക് നനഞ്ഞ സ്ഥലം തന്നെ തോന്നണല്ലോ. ഞാൻ അങ്ങോട്ട് വലിഞ്ഞേറി വന്നില്ലല്ലോ തോണ്ട. നീയല്ലേ എന്നെ കൊണ്ട് തോണ്ടിക്കണം. നാണമില്ലേ കോൺഗ്രസ്സുകാരാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പും കള്ളത്തരവുമായിട്ട്? മിണ്ടായിരിക്കണം, ചുമ്മാ കിടന്ന് വളാന്നും പറഞ്ഞു. ഇയാൾ ഇടകൂടെ നിന്ന് വിളിക്കേണ്ട, പേര് വിളിച്ചാൽ മതി. അതൊക്കെ വിളിക്കുന്ന സ്ഥലത്ത് കാര്യാലയത്തിൽ പോയി വിളിച്ചാൽ മതി. അയാൾ ഇവിടെ കിടന്ന് വായി തളിച്ച അയാൾ ഈ വായിക്കൂടെ വിസർജിച്ചത് മുഴുവൻ ബാക്കിയുള്ളവർ കേട്ടില്ലേ? പിന്നെ ബാക്കിയുള്ളതിന്റെ അത് കയറി ഉണ്ടാക്കാൻ വരുന്നത് എന്തിനാ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പ്ലാറ്റ്ഫോമിലെ ആ സംഭവം കഴിഞ്ഞിട്ട് ആ തേർഡ് പ്ലാറ്റ്ഫോമിലേക്ക് ഇവര് വരുമ്പോഴും ഇവര് വളരെ കൂളായിട്ട് ചിരിച്ചോണ്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഷംസീർ അങ്ങോട്ട് എത്തിയതിനു ശേഷമാണ് ഇതിന്റെ കഥയുടെ ഗതി മാറുന്നത്. അത്രയും സമയത്തെ പ്ലാനിങ് ആണത്. നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. ആക്രമിക്കപ്പെട്ട് പെടലി ഉളുക്കി ആ അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിക്കുന്ന ഈ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ വിട്ടിട്ട് ഷംസീർ അടുത്ത ട്രെയിനിൽ കയറി സ്ഥലം വിട്ടു കേട്ടോ. ഹോസ്പിറ്റലിൽ പോകാൻ പോലും നിന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ട് ഷംസീർ അവിടുന്ന് പോയി. ഇത്
ഇവൻ ഈ കാണിച്ചത് മുഴുവൻ കോമാളിത്തരമാണെന്നും ഇത് ഒരുമാതിരി വില കുറഞ്ഞ വൃത്തികെട്ട നാടകമാണെന്നും എല്ലാവർക്കും ഇത് മനസ്സിലാകാത്ത ഒരു കുഞ്ഞു പോലും ഈ പക്ഷെ അവിടെ ഇതൊക്കെ എന്തിനാണ് ഇത്രയും അപഹാസ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഡോക്ടർ ബി ജയരാജ്? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുകയാണ് കേരള സമൂഹത്തിൽ ഇപ്പോൾ. വെളുക്കാൻ തെറ്റത് പാട്ടായി, പാട്ടായി അല്ല പാണ്ടായി. ഇത് ആക്രമിച്ചതും പോരാ, ഇതിനപ്പുറത്ത് ഇനി അത് ആക്രമിച്ചെന്ന് തെളിയിക്കേണ്ടുന്ന രേഖ കൂടി ആരോഗ്യമന്ത്രി കൊണ്ടുവരണമെന്ന് പറയുന്ന ന്യായത്തോട് ഞാൻ യോജിക്കുന്നു. ആരോഗ്യമന്ത്രി കൊണ്ടുവരണമെന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞല്ലേ ഇടയ്ക്ക് ഒരു തെളിവ് അങ്ങ് പുറത്തുവിട്ടത്? അവിടെ ക്യാമറകൾ ഉണ്ടായിരുന്നു. അവർ പകർത്തിയ ദൃശ്യങ്ങളിൽ എവിടെയാണ് അങ്ങനെ കാണുന്നത്? എവിടെയാണ് കാണുന്നത് നിങ്ങൾ? ചേട്ടാ, ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ല. വിമാനത്തിനകത്ത് വെച്ച് നടന്ന പിണറായി വിജയനെതിരെ നടന്ന ആക്രമണം, ഫ്ലൈറ്റ് പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പ്രതിഷേധ പ്രകടനം നടത്തിക്കൂടാ, അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്ന രീതിയല്ല. അതുപോലെ റെയിൽവേ സ്റ്റേഷനിലും നടത്തിക്കൂടാ എന്ന് വെച്ച് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നടത്താറില്ലേ സമരങ്ങൾ? എവിടുന്ന് വന്നടാ ഇവനൊക്കെ? ആർക്കും റെയിൽവേ സ്റ്റേഷനിൽ സമരം നടത്തിക്കൂടാ? റെയിൽവേ സ്റ്റേഷനിൽ സമരങ്ങൾ നടത്താറുണ്ട്, ട്രെയിൻ തടയൽ നടത്താറുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു വ്യക്തിക്കെതിരെയോ ഒരു മന്ത്രിക്കെതിരെയോ ഇത്തരത്തിലുള്ള കരിങ്കൊടി കാണിക്കലോ അല്ലെങ്കിൽ അവരോട് നേരെ ചീറിപ്പാഞ്ഞെടുക്കലോ ഒരിക്കലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടോ എയർപോർട്ടിൽ വെച്ചിട്ടോ ഉണ്ടായിട്ടില്ല. എം പി രാജുവിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? അതിന്റെ മുന്നിലൊരു അംശം പോലും ഇല്ല. ഇത് ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പറയുന്നത് ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞത് ഇതിന്റെ പേരിൽ നാട്ടിൽ ഒരു സമരം പോലും നടക്കാൻ പാടില്ല എന്നായിരുന്നു. അങ്ങനെ പറയുവാൻ നമ്മുടെ ആരോഗ്യമന്ത്രിക്കും കഴിഞ്ഞില്ല, എം വി ഗോവിന്ദനും കഴിഞ്ഞില്ല, എന്തിന് മുഖ്യമന്ത്രിക്ക് പോലും കഴിഞ്ഞില്ല. ഇപ്പം മനസ്സിലായി. എന്തെല്ലാം മനസ്സിലാക്കാൻ കിടക്കണം. സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാർ സമരത്തിന് പോകുന്നുണ്ടെ അല്ലെ കെ എസ് സിക്കാർ സമരത്തിന് പോകുന്നുണ്ടെ ചുമന്ന മഷിയും കൂടെ കരുതും. എന്തിനാണെന്നറിയാമോ? ഈ വെള്ള ഷർട്ടിനകത്ത് ഒഴിച്ചിട്ട് അടികൊണ്ടേ തലപൊട്ടിയെ എന്ന് വിലപിക്കുക. എത്ര വിഷ്വൽസ്, അത്തരത്തിലുള്ള വിഷ്വൽസ് ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇതെല്ലാം നടനമായിട്ടും നാട്യമായിട്ടും തോന്നുന്നത് സ്വാഭാവികമാണ്. കോൺഗ്രസ്സുകാർ അങ്ങനെ പാലക്കാട്ടെ പഴയൊരു ദൃശ്യമില്ലായിരുന്നു. പാലക്കാട്ടെ അത് കോൺഗ്രസ്സുകാരുടേതല്ലായിരുന്നു. എസ് എഫ് ഐക്കാരനോട് യു എഫ് ഐക്കാരനോട് ചെയ്യുന്നത് പോലെ പാലക്കാട്ടെ പഴയൊരു ദൃശ്യമുണ്ട്. ചീറ്റിപ്പോയല്ലേ? എന്ത് ചീറ്റിന്ന്? അങ്ങനെ ഒരു ചീപ്പ് പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ ചീപ്പ് ഡ്രാമ കളിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഇനി ചിലപ്പോൾ ഷാബു പ്രസാദിന് അങ്ങനെ തോന്നിയേക്കാം. കാര്യം ഷാബു പ്രസാദിന് തന്നെ മനസ്സിലായി എന്തായാലും ഇനി വീണ്ടും ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന്. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ പറഞ്ഞ കണക്കോലെ വിദ്യാർത്ഥികൾക്കെതിരെ ഉപയോഗിച്ച അവരുടെ ജനനീന്ദ്രിയത്തില് ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ച കണക്കോലെ ക്രൂരമായും നിഷ്ഠൂരമായ ഒരു പ്രവൃത്തി, എസ് എഫ് ഐക്കാരന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കുന്ന കണക്കോലെ പ്രവൃത്തി എന്തായാലും പിണറായി വിജയന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സമരം നടത്താനുള്ള കെൽപ്പ് കെ എസ് യുവിനും ഇല്ല, യൂത്ത് കോൺഗ്രസിന് ഇല്ല. അതുകൊണ്ടാണ് ഇത്തരം ഗുണ്ടകളെ ഉപയോഗിച്ച് അത് ശരി. ശരിക്കും പറഞ്ഞാൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒന്നും സമരം അടുത്ത കാലത്തായിട്ട് കേരളം കാണുന്നതേയുമില്ല. ആരോഗ്യമന്ത്രിക്കെതിരെ എന്ത് സമരമാണ് നടന്നത്? ഒരു രണ്ട് പിള്ളേർ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഒരു കരിങ്കൊടിയുമായിട്ട് രണ്ട് മുദ്രാവാക്യം വിളിച്ചതാണോ? അവിടെ ഒരു പ്രശ്നവുമില്ലാതെ ആരോഗ്യമന്ത്രിക്ക് ആ പോലീസുകാർക്കൊപ്പം പ്ലാറ്റ്ഫോമിലേക്ക് പോകാമായിരുന്നു. അത് ചെയ്യാതെ അവിടെ ഷോ കാണിച്ചത് ആരോഗ്യമന്ത്രിയാണ്. അക്രമം നടന്നിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ നാടകം? ഒന്നാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകുമ്പോഴും പെടലിക്ക് ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് AN ഷംസീറിനെ കണ്ടപ്പോഴാണ് പെടലിക്ക് കുഴപ്പം. മുഖ്യമന്ത്രിക്ക് വിളിക്കുകയാണ്. ആരാ വിളിക്കുന്നത്? അഭിനയത്തിന് ദേശീയ അവാർഡ് കിട്ടിയ വീണ ജോർജ് ആണ് അഭിനയത്തിന് ഓസ്കാർ അവാർഡ് കിട്ടിയ പിണറായി വിജയൻ വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താ ചെയ്യേണ്ടത്. അപ്പൊ തന്നെ അദ്ദേഹം സഡൻലി പറഞ്ഞു, വേഗം ഹോസ്പിറ്റലൈസ് ചെയ്യണം. ഈ പെടലി, ഈ ഉളുക്കിയ ഈ പെടലി ഉണ്ടല്ലോ, ഇതിന്റെ ഈ അസുഖം മാറാൻ ICU ആവശ്യമില്ല, മറ്റു മെഡിസിൻസ് ഒന്നും ആവശ്യമില്ല. മീശമാധവൻ സിനിമയിൽ അവസാനം കൊച്ചിനെ ഇവ ഒരു കഥാപാത്രം ഉണ്ടല്ലോ പെടലി, ജഗതി ഒരൊറ്റ പെട മുഖത്തേക്ക് ഒന്നു കൊടുക്കും, അതോടുകൂടിയുടെ പെടലിയുടെ അസുഖം തീരും. അത്രേ ഉള്ളൂ. ഇതൊക്കെ നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. ഈ നാടകം ഇത് കേരളത്തിൽ ഇപ്പൊ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു തിരക്കഥ ഉണ്ടാക്കിയെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾക്ക് എന്നത് വിനയായി മാറി. അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. ആ യൂത്ത് പാലക്കാട് നിന്ന് വന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ ഭാഷ ഉണ്ടോ? എത്രമാത്രം സ്ത്രീ വിരുദ്ധമാണ്. പെടലിക്കൊരു പെട കൊടുത്താൽ മാറുമെന്നൊക്കെ പറയുന്ന ഞാൻ ആ കോമഡി കഥാപാത്രം, ആ സിനിമയിലുള്ള അതേ കോമഡി കഥാപാത്രം
ആ രീതിയിൽ ആണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ താങ്കൾക്ക് കോമഡിയാവും, താങ്കൾക്ക് അതൊക്കെ കോമഡിയാവും. പക്ഷെ മറ്റുള്ളവർക്ക് അത് കോമഡിയല്ല. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് അത് ഒരിക്കലും കോമഡിയല്ല. നിനക്ക് എന്തരേ മൊടേരാസോ പോടേ. അത് ആസ്ഥാനത്തിലുള്ള വിവരക്കേടിന്റെ ജൽപ്പനമാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനെ വളരെ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം ചിന്താ ജെറോം വിളിച്ചത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രയോഗിക്കുന്ന ഓരോ വാക്കുകളും അത് സ്ത്രീ വിരുദ്ധത എന്നാണ് ഡോക്ടർ ബി ജയരാജ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ ഷാബു. ഫറൂഖ് അത് പറഞ്ഞു വന്നപ്പോ തന്നെ അയാളത് ഒരു സാന്ദർഭികമായിട്ട് ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞ സംഭവമാണ്. ഉടനെ ജയരാജ് കയറി തൂങ്ങുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയായിരുന്നു. ത്രികാല ജ്ഞാനി, താങ്കളെ ഞാനൊന്ന് നമിച്ചുകൊള്ളട്ടെ. ത്രികാല ജ്ഞാനിയായ ഷാബു പ്രസാദെ, ഞാനൊന്ന് നമിച്ചുകൊള്ളട്ടെ താങ്കളെ. ശരിടേ, താഴെ വിട്ട് തുണി വാങ്ങടേ. എന്തിനാണ് ഇവര് വായി തിരിക്കേറ്റ? അങ്ങേർക്കെല്ലാം നേരത്തെ അറിയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണം. അത് നിങ്ങൾക്കതില്ലാതെ പോയത് എന്റെ കുഴപ്പമില്ല. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. പേരിന്റെ പുറകെ ഡോക്ടർ നോക്കിയിട്ടുണ്ട് നടന്നിട്ടുണ്ട്. ബോധവും നിങ്ങളുടെ ഇല്ലാതായപ്പോ അതിനെന്ത് ചെയ്യാന്? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.